ബസ് ബസ് ബസ്സും പോയി. ഇനിയിപ്പോൾ ഇവിടെ തന്നെ ബസ് സ്റ്റോപ്പിൽ ഇരിക്കേണ്ടി വരും. ഒരു ഫാസ്റ്റില്ല, ഫാസ്റ്റ് കാണിച്ചാൽ വരാം. എനിക്ക് വയ്ക്കാം. ഇതെന്താണ്? ചോറെല്ലാം കൂടെ പൊളിച്ചു പോയിട്ട് ബസ് 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 കിട്ടിയാണ്. അയ്യോ എൻ്റെ ബസ് കിട്ടിയ കാര്യം. ഇപ്പോൾ ടിക്കറ്റ് കണ്ടക്ടറിനാണ്ട് വിളിച്ചു. ചേട്ടാ ഒരു തിരുവല്ല. ഇച്ചിരി അങ്ങോട്ട് പോയാൽ ചിലപ്പോൾ സീറ്റ് അടിച്ചിട്ട് പോലെ അന്നങ്ങനെയാണ് ഓർമ്മക്കൂടെ ഇറങ്ങാനോ. സീറ്റ് കിട്ടി. സന്തോഷം. ശ്രീകുട്ടി വരുമോ എന്ത് വന്നാൽ കൊള്ളാം. എൻ്റെ കൊള്ളത്തിൽ ബോറടിച്ചു. ഇന്ന് ടീച്ചർ അസൈൻമെൻറ്റ് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചത്ത്. ഇന്ന് ടീച്ചർ അസൈൻമെൻറ്റ് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ ചെയ്യും? കേട്ടില്ല. ഇന്ന് ടീച്ചർ വരാതിരുന്നാൽ മതിയായിരുന്നു. പക്ഷേ നോക്കാം. അടി ശ്രീകുട്ടി ഇന്ന് വരുമെന്ന് അറിയുന്നില്ല. വിളിച്ചു ഫോൺ എടുക്കണില്ല. സ്കൂളിൽ വെച്ച് കാണാം. തിരുവല്ല 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 തിരുവല്ല. ചേട്ടാ ആളിറങ്ങണം. പെതുക്കൊക്കെ പോടി ചത്തു. ഇനിയും കുറേ നടക്കണം ക്ലാസ്സിലോട്ട്. യോ സ്റ്റെപ്പിനെത്തി ഇത്ര കളത്തപ്പി കാലാണ് വഴുകുന്ന. അയ്യോ ഇത്ര വലിയ സ്റ്റെപ്പോ. അയ്യോ കഷ്ടപ്പാ. ശ്രീകുട്ടി എന്തായാലും പറഞ്ഞിട്ടില്ല. ശ്രീകുട്ടി എന്തായാലും വന്നില്ല. അയ്യോ അടുത്ത ദിവസം കൊടുക്കണ്ട നമ്മ പറഞ്ഞ കേൾക്കത്തില്ലല്ലോ. നേരത്തെ കേൾക്കത്തില്ല. ഇവിടെ ഇരിക്കേണ്ടി വരും. പുറത്തോട്ട് ആരക്കാത്ത മിണ്ടത്തില്ല. ഒരു ഫീൽസ് തട്ടില്ല. അയ്യോ ശ്രീകുട്ടി വാ, ശ്രീകുട്ടി വാ, ശ്രീകുട്ടി വാ, ശ്രീകുട്ടി വാ, ശ്രീകുട്ടി വാ. ശ്രീകുട്ടി വാ, ശ്രീകുട്ടി വാ, ശ്രീകുട്ടി വാ, ശ്രീകുട്ടി വാ, ശ്രീകുട്ടി വാ, ശ്രീകുട്ടി വാ, ശ്രീകുട്ടി വാ.
വെയിറ്റ് ചെയ്ത് പറഞ്ഞാൽ മതി. എനിക്ക് വയ്യ. ക്ലാസ് പോയിട്ട് അല്ല അതുവഴിയാണ് വരുന്നത്, ഇതുവഴി ഈ വഴി പോവാം. ബെസ്റ്റ് ബ്ലോക്ക് ആൾക്കാരുടെ കൂട്ടമല്ലേ. അല്ല ആ കാണുന്ന ഡ്രോയർ എന്തായിരിക്കും? ഇതെടുക്ക പറ്റത്തില്ല. ഇത് തുബല നീ എന്തായാലും ലേറ്റായി വരാൻ. അതുകൊണ്ട് ബസ് കിട്ടില്ല. ഓ എപ്പോഴും ഇത് തന്നെയാണല്ലോ കാരണം. പ്ലീസ് ഞാൻ പറയുന്നത് നീയെങ്കിലും ഒന്ന് വിശ്വസിക്കും. ഓ വിശ്വസിച്ചടേ. നീ പോയി ക്ലാസ്സിൽ ബാഗ് വെച്ചിട്ടോ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. നീ എന്തിനാണ് കാണിക്കുന്നു? ലാബിന് ഞാൻ പോയി ബാഗ് വെച്ചിട്ട് വരാം. ശരി പോയിട്ടോ. ആളൊന്ന് പോയി പെട്ടെന്ന് ബാഗ് വെച്ചിട്ട് വന്നാൽ മതിയായിരുന്നു. എന്നാൽ ശരി അല്ലേ, ഞങ്ങൾ ബാഗ് വെച്ചിട്ട് വരാം. എന്തുകൊണ്ട് നിന്റെ ബാഗില്? അത് പിന്നെ ബുക്ക പഠിപ്പിയായല്ലേ നീയും. ഒന്നും പറയണ്ടടി, പേങ്കറിയടി. ഞാൻ പഠിപ്പിയൊന്നും ആയിട്ടില്ല കേട്ടല്ലോ, ഞാൻ പഠിപ്പിയൊന്നും ആയിട്ടില്ല. നീ പഠിപ്പിക്കണമെങ്കിൽ അത് പറ. നിന്നെ വേണേ അദ്വികയുടെ കൂട്ടത്തിൽ കൂട്ടിയൊക്കെ വിടാം ലാപ്പിന്. ഞാൻ പഠിപ്പിയൊന്നും ആയിട്ടില്ല. നീ പഠിപ്പിയായിട്ടില്ല അത്ര. നീ പിന്നെ അത്രയും ബുക്ക് ആദ്യത്തെ ദിവസം തന്നെ കൊണ്ടുവരും. ഇതെന്തരാണിത്? എന്ത് കുട്ടി? അത് പിന്നെ അടുത്ത ദിവസം ഒരു അബദ്ധം പറ്റത്. അബദ്ധമല്ല കുത്ത്. ഇതൊന്നും പറയിപ്പിക്കും. നീ അല്ലേ എന്നോട് പറഞ്ഞേ നീ ബുക്കൊന്നും കൊണ്ടുവരത്തില്ല എന്നൊക്കെ. അതുകൊണ്ട് ഞാനും ബുക്ക് കൊണ്ടുവരാം. നീ ഇപ്പം എന്തായാലും ആട്ടെ, അതിൻ്റെ പേരിലൊന്നും വേണ്ട. വരുന്ന എനിക്ക് ക്ലാസ് പോകാം. എന്തുവാടി? ഓ കൊച്ചു സീക്രട്ട് പറഞ്ഞതാണോ? മനസ്സിലായി. അവളുടെ കാര്യമല്ലേ. അത് ഞാൻ കുറേ കേട്ടത്. എനിക്ക് ബോറടിച്ചടി അത് കേട്ടു. എന്തിനാണത്? ഷാള് ആയിപ്പോയി. അവളുടെ കാര്യം ആരോഗ്യോട് പറഞ്ഞു. മറ്റേ ലൈബ്രറിയിൽ നിന്ന് ബുക്ക് പറയാതെടുത്തത് പറഞ്ഞത് ശ്രീലക്ഷ്മി. പക്ഷേ ഗീതു ബുക്ക് എടുത്ത കാര്യം ആരോ പറഞ്ഞു. ഗീതു കൊടുത്ത കാര്യം ഇപ്പം ഞാൻ പറഞ്ഞു. അങ്ങനെയാണ് ആള് നിന്നെ കൊല്ലും. ഗൗരി നീ ഒന്ന് സൂക്ഷിച്ച. ഇതിൽ ഞാനല്ല ഗീതു കൊടുത്തു, നീയാണെങ്കിൽ പറഞ്ഞു. പിന്നെ ഞാനൊന്നും അല്ല, എനിക്ക് നേരെ പണിയില്ലല്ലോ അവള് ആക്കി കൊടുക്ക. ഞാൻ കുറെ നേരം കൈ കാണിച്ചത് അവളപ്പുറത്ത് നിർത്തുന്നുണ്ട്. എന്താടി രണ്ടും കൂടെ എൻ്റെ കുറ്റം പറച്ചിലോ? അല്ലടി നുണ പറയുക. പോടി, കുറ്റം പറച്ചിലുണ്ടായി. അല്ല ഞങ്ങൾ അറിയായിരുന്നു നിന്റെ ബുക്ക് എടുത്ത ആരാണ്. പക്ഷേ നീ നിന്റെ കാര്യം പറഞ്ഞു കൊടുത്ത ആരാണ്? അല്ല എനിക്ക് ഡൗട്ട്, ജസ്റ്റ് ഒരു ഡൗട്ടാണ്. ഈ ഗൗരി എടുത്തില്ല
ഫ്രണ്ട്സിന് കൊടുത്തിട്ട് പറഞ്ഞാണല്ല. ഗൗരി അവിടെ പറഞ്ഞോട്ടോ. ഞാൻ ഡൗട്ട് പറഞ്ഞാട്ടോ. ഒരു പെണ്ണെ ശ്രീകുട്ടി ഞാൻ നിന്നെ കൊല്ലും. ഞാനേ ഇല്ലാത്തൊരു പറഞ്ഞോണ്ടൊക്കെ നിന്നെ കൊല്ലും. ബെസ്റ്റ് ആണെന്നൊന്നും നോക്കത്തില്ല. സോറി, ഞാൻ അറിഞ്ഞപ്പോൾ നീ അല്ലേ ഇനിയിപ്പം ശ്രീലക്ഷ്മി തന്നെ അത് ശരിയാ. ശ്രീലക്ഷ്മി അവിടെ നടക്കാൻ ചാൻസ് ഉണ്ട്. അതല്ല ഞാൻ പറഞ്ഞു. നമുക്കെന്തെങ്കിലും ശ്രീലക്ഷ്മിയുടെ മേലെ ഒരു കണ്ണുണ്ട്. ഞാൻ പോവാണ്. അതുകൊണ്ട് അമ്മ വിളിക്കാം. അവള് നമ്മളുടെ വാഹനാണ്. ഞാൻ പിന്നെ നിന്റെ ആദ്യമൊക്കെ നീല്ലേ. ആദ്യം ഞാൻ നിന്നെ കണ്ടപ്പോൾ ഭയങ്കര ഷോ എന്ന് വിചാരിച്ച് മിണ്ടാതിരുന്ന നമ്മൾ ആദ്യം മിണ്ടിയിട്ട് നമ്മളിങ്ങനെ ഫ്രണ്ട്സായി. ഫ്രണ്ട്സിന് ബെസ്റ്റ് ഫ്രണ്ട്സായി. ബെസ്റ്റ് ഫ്രണ്ട്സിന് ബെസ്റ്റീസ് ആണ്. പക്ഷെ നമുക്ക് ഈ കോളേജിൽ പോവാണ്. പക്ഷെ പോകുമ്പോഴായിരിക്കും ഒരിത് വരണം. ആദ്യം ഞാൻ നിന്നെ കണ്ട 6ൽ വെച്ചല്ലേ. 6ാമത് വിദ്യാലയത്തിൽ വെച്ച്. അന്ന് തൊട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ്. ഇപ്പം അത് ബെസ്റ്റ് ഫ്രണ്ട്ഷിപ്പായി. അതൊക്കെ മേലെയുള്ള ഫ്രണ്ട്ഷിപ്പും ആയിട്ട് ഇനി എന്തായാലും കൂടിപ്പോയൊരു 2 വർഷം ഉണ്ടല്ലോ നമ്മളിവിടെ. അടിച്ച് പൊളിക്കാം നമുക്ക്. ഇന്ന് ഫ്രഷേഴ്സ് ഡേ ആണ്. ഞാൻ പോകുന്നില്ല. എനിക്ക് ചെയ്യാം. ഫ്രഷേഴ്സ് ഡേക്ക് ഞാൻ നേരെ ക്ലാസ്സിൽ പോകും. അല്ലേ നമ്മളെ റാഗിങ് തുടങ്ങും മോളെ. ശരിയാടി. എന്തായാലും അതൊക്കെ പോട്ടെ. അതിന് ഞാൻ വാഷ്റൂം പോട്ടെ. ഞാൻ ചോദിക്കാം. ശരിയാടി. ശരി. നാളെ വാഷ്റൂമിൽ പോയി. അവളുടെ കുറെ പോയല്ലേ. വേണ്ട. അമ്മ ഞാൻ പറയുന്നത് ഒന്നിനും നിങ്ങൾ മിണ്ടാൻ പാടില്ല. അതോ നീ മങ്കിയാണ്, നീ കൊരങ്ങത്തിയാണ്, നീ പ്രാന്തിയാണ്, നീ വട്ടിയാണ്, നീ മുറിപ്പട്ടി. ഞാൻ മിണ്ടല്ലെന്നും പറഞ്ഞു. പിന്നെ ചീത്ത ഞാൻ ടീച്ചറിനോട് പറയും. കംപ്ലൈൻറ്റ് ചെയ്യില്ല. ചുമ്മാ അങ്ങനൊന്നും ഇല്ലല്ലോ നമ്മൾ തമ്മിൽ. നമ്മളെല്ലാവരും ജസ്റ്റ് ഫ്രണ്ട്സ്. ബൈ ബന്ധം അല്ലല്ലോ. തിക് ഫ്രണ്ട്സ് അല്ലേ. പിന്നെ അതിൽ ഒരു കൂട്ടത്തിൽ നിങ്ങൾ രണ്ടുപേരും 2 വെറൈറ്റി ടീംസ്. ഞാനും ശ്രീകുട്ടിയും ഒരു ടീം. ഒരു വെറൈറ്റി ടീമാണ് നമ്മൾ. ശരിയല്ലേ. നമ്മൾ 4 പേരും മാത്രമല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ബെസ്റ്റ് ഫ്രണ്ട്സും ബെസ്റ്റ്. നിങ്ങളുടെ കഥ എങ്ങനെയായിരുന്നു? എനിക്ക് ചോടെടുക്കുന്നത് എനിക്ക് തുമ്മണം. തുമ്മാൻ മുട്ടുന്നു. നിങ്ങൾ കഥ ഞാൻ പറയാം. ആദ്യം ഞാൻ അമ്മൂനെ കാണുന്നത് 7th വെച്ച്. അതായത് സെൻറ് തോമസ് തിരുമൂലയിൽ സെൻറ് തോമസിൽ വെച്ച്. എന്നൊരു എനിക്ക് ഭയങ്കര കട്ട ഷോ ആയിരുന്നു. ഞങ്ങൾ 2 പേരും ന്യൂ സ്റ്റുഡൻ്റ് ആയിരുന്നു. ഞങ്ങൾക്ക് പക്ഷെ അറിയത്തില്ല. ഞങ്ങൾ വിചാരിക്കുന്നു ഇപ്പം ഞാൻ വിചാരിച്ചു അമ്മു എന്തുവാ 5-6 വർഷം മുമ്പ് ഇവിടെ ഉണ്ടെന്ന്, പഠിച്ച കൊച്ചാണെന്ന്. അപ്പം അമ്മ വിചാരിക്കുന്നത് ഞാനിവിടെ 5-6 വർഷം മുമ്പ് പഠിച്ചതാണ്. ഞങ്ങൾ 2 പേരും അങ്ങനെ പതുക്കെ മിണ്ടുന്നുണ്ട്. എന്നാലും ഞങ്ങൾ ഈ കാര്യമൊക്കെ പറഞ്ഞു. എന്നാൽ ഞങ്ങൾക്ക് സ്വയം ചിരി വന്നു. കാരണം ഞങ്ങൾ പറഞ്ഞു നമ്മുടെ എല്ലാം സെയിം അല്ലേ. അമ്മ പറഞ്ഞു
ഞാൻ പറഞ്ഞു അപ്പം നമുക്ക് ബെസ്റ്റ് ഫ്രണ്ട്സ് ആയാലോ എന്ന് അമ്മ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ, എന്നാലും നമ്മൾ ഇത്രയും പരിചയപ്പെട്ടതല്ല, ബെസ്റ്റ് ഫ്രണ്ട്സ് ആക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങളുടെ കഥ. ഇത് കുറച്ച് വലുതാണ്, പക്ഷെ ഞാനിപ്പം ഇച്ചിരി കട്ടി കുറച്ച് പറഞ്ഞതേ ഉള്ളൂ. സമയം കിട്ടുമ്പോൾ പറഞ്ഞു തരാം ബാക്കി. പക്ഷേ ഞാനും നീയും, അതായത് ഞാനും അമ്മൂനോട് പറയണം ഞാനിത്, ഞാനും ഗൗരിയും പരിചയപ്പെട്ടിട്ട് കുറേ വർഷമായി. ഗൗരി 6 പഠിക്കുമ്പോഴും ഞാൻ 7 പഠിക്കുമ്പോഴുമാണ് പരിചയപ്പെട്ടത്. പക്ഷെ നമ്മളിപ്പോൾ ഒരേ കോളേജിൽ ഒരേ ബാച്ചാണല്ലോ, അതാണ്. അപ്പം അത് പറയാം അമ്മനോടാണ്. ഉണ്ടല്ലോ, ആദ്യ ദിവസം നല്ല കട്ട മഴയായിരുന്നു. ഞങ്ങളുടെ ട്യൂഷൻ ക്ലാസ്സിൽ വെച്ചാണ് പരിചയപ്പെട്ടത്. അപ്പം കട്ട മഴയായിരുന്നു. കട്ട മഴ എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴ. അന്നേരമാണെങ്കിൽ ഉണ്ടല്ലോ, ആദ്യം ഗൗരിയാണ് വന്നത്. സത്യം പറഞ്ഞാൽ ട്യൂഷൻ പഠിക്കാൻ അന്നേരം ഗൗരി അവിടെ വന്നിരിക്കുകയാണ്. ഞാനിങ്ങനെ പെട്ടെന്ന് കയറി വന്നപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് എപ്പോഴും ഇരിക്കുന്നത്. അപ്പം ഗൗരി ഒരു ദിവസം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, എനിക്കിവിടെ ഫ്രണ്ട്സൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അല്ല, സോറി, അത് വേറൊരു കൂട്ടുകാരിയുണ്ട്, സോറി. ഗൗരി എന്നോട് പറഞ്ഞു. പക്ഷേ ഗൗരി ഒന്നും പറഞ്ഞില്ല. ഞങ്ങൾക്ക് അങ്ങനെ ട്യൂഷൻ ക്ലാസ്സിൽ നിന്നൊരു ട്രിപ്പ് ഉണ്ടായിരുന്നു, മറ്റേ പ്ലാനറ്റിലോട്ട് സംതിങ്. മീൻസ് മറ്റേ ഗ്രഹത്തിലൊന്നുമല്ല, അല്ലാതെ മറ്റേ റോക്കറ്റ് വിടുന്ന സംഭവമില്ല അവിടെ. അന്നേരം ആ ട്രിപ്പിന് ഞങ്ങൾ 2 പേരേ ഉള്ളൂ ഗേൾസായിട്ട്, ബാക്കി എല്ലാവരും ബോയ്സാണ്. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ ആരുടെ കൂടെ ഇരിക്കും എന്ന് വിചാരിച്ച്. അപ്പം ആദ്യം അമ്മൂനെ ബസ്സിൽ വിളിച്ച് അമ്മു കയറിയിട്ട് എനിക്ക് സീറ്റ് പിടിച്ച്. അപ്പോൾ ഞങ്ങൾ 2 പേരും ആദ്യം പ്ലാൻ ചെയ്തു നമുക്ക് 2 പേർക്ക് ഇരിക്കാം. ഞങ്ങൾ 2 പേരും പെൺകുട്ടെ. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളിരിക്കാം. അന്നേരം ഞങ്ങളൊരു ഫ്രണ്ട്സിൻ്റെ ഒരു മോഡൽ വന്ന്, പിന്നെ ഞാൻ അമ്മൂന് സ്റ്റിക്കറൊക്കെ കൊടുത്ത്, പക്ഷെ അമ്മൂനല്ല ഗൗരിക്ക് സ്റ്റിക്കറൊക്കെ കൊടുത്ത് ഞാനിങ്ങനെ വശത്താക്കി. ഗൗരിക്ക് കണ്ടല്ലോ, ഞാൻ സ്റ്റിക്കർ കൊടുത്തപ്പോൾ ഗൗരിക്ക് ആണ് നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. ഇങ്ങനെയായിരുന്നു ഗൗരി. ശരിയാണ്, അങ്ങനെ സങ്കടം വെച്ച് ഇടയ്ക്ക് ഇങ്ങനെ പിണങ്ങൊക്കെ ചെയ്യും, പക്ഷെ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ഈസ് ബെസ്റ്റ് മെന്റ്. അല്ല, മറ്റേ വാഷ്റൂമിൽ പോയ അവളെ കാണുന്നില്ലല്ലോ, ശ്രീകുട്ടിയെ. അതാ ഞങ്ങളുടെ അവിടെ. ശരി, ഞാൻ പോയി നോക്കിയിട്ട് വരാവേ. ശ്രീകുട്ടി ഇവിടെ വാഷ്റൂമിലില്ലല്ലോ. സ്റ്റാഫ് റൂമിലില്ലല്ലോ. ഗൗരി അല്ലത്, അല്ല ശ്രീകുട്ടി അല്ലത്. പ്രിൻസിപ്പൽ ശ്രീലക്ഷ്മി അമ്മ വെള്ളം വേണ്ട ഉള്ളു. ഗൗരി പ്രിൻസിപ്പൽ, ശ്രീകുട്ടി പ്രിൻസിപ്പാളിൻ്റെ മുറിയിൽ. എന്തിനാ അറിയില്ല, അവളെന്തോ വാഷ്റൂമിൽ പോയാൽ എന്തിനോ പിടിച്ചതാണ് അറിയില്ല. അവൾ വരുമ്പോൾ നമുക്ക് ചോദിക്കാം. ഞാനിപ്പോൾ വേറെ മറ്റേ സ്റ്റാഫ് റൂമിൽ പോയപ്പോൾ അവളോട് എന്ത് പറയുന്നത് ഞാൻ കേട്ടു. ഇനി മുതൽ ഇവിടെ കണ്ടേക്കരുത്, ടീച്ചർ ഒന്നും പറയാൻ കൂടെ, എനിക്ക് പേടിയാവണടി, എന്താണെന്നറിയില്ല. ഞാൻ ശ്രീകുട്ടി വരുന്നു, അവളോട് ചോദിക്കാം. എന്താ ശ്രീകുട്ടി പറയടേ? ശ്രീകുട്ടി എന്താ പറ്റിയടി? എടി അത് പിന്നെ ഞാൻ വാഷ്റൂമിൽ പോയപ്പോൾ അവിടെ ഒരു ചെറുക്ക ഉണ്ടായിരുന്നു. വാഷ്റൂമിൽ പോയപ്പോൾ ഗേൾസിൻ്റെ ടോയ്ലറ്റിൽ. അന്നേരം ഞാൻ അവനോട് പറഞ്ഞു മാറാൻ പറഞ്ഞു. എനിക്ക് ആളാരാണെന്നറിയില്ല. പുള്ളിയാണെങ്കിൽ അവിടെ CCTV വെക്കുമായിരുന്നു. ഞാൻ പറഞ്ഞു താൻ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അയാൾക്ക് ഒറ്റടി കൊടുത്തു. അപ്പം
അത് തെറ്റായിപ്പോയി. എന്നോട് പ്രിൻസിപ്പാൾ പറഞ്ഞു അത് പ്രിൻസിപ്പാളിൻ്റെ മോനാ, അവനൊന്നും കാണിക്കില്ല എന്ന് പറഞ്ഞു. എനിക്ക് TC തന്നു വിടാൻ പോവാണെന്ന് പറഞ്ഞു. എനിക്കറിയില്ലടി, ഞാൻ ചെയ്തത് ശരിയല്ലേ? പറ, എനിക്കറിയില്ല ഞാൻ ചെയ്തത് ശരിയല്ലേ? ഞാൻ എന്താ ചെയ്ത്? ആ ചെറുക്കനോട് എങ്ങനെ കാണിക്കുന്ന കണ്ടിട്ടില്ല ഞാൻ അടിച്ച്. ഞാൻ ഒരുപാട് പ്രാവശ്യം പ്രിൻസിപ്പൾ പറഞ്ഞു, പുള്ളിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ എന്ത് ചെയ്യാനാ? എൻ്റെ അമ്മ അച്ഛനോട് പറഞ്ഞാൽ തല്ലിക്കൊല്ലും ഉറപ്പാ. എന്ത് ചെയ്യടി, പറയടി, എനിക്കറിയത്തില്ല. എടാ ഞാൻ ശരിയല്ലേ? ഞാൻ ചെയ്തത് ശരിയല്ലേ? ഞാൻ ചെയ്തത് ശരിയല്ലടി, പറ. നീ ചെയ്തത് ശരിയാടി, റിയലി. അപ്പം നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. നമുക്ക് വേണേ പ്രിൻസിപ്പളിനെ പറഞ്ഞു നോക്കാം, അവൾ ചെയ്തത് ശരിയാണ്, അങ്ങനെയൊന്നും കാണിക്കരുതെന്ന് പറഞ്ഞു നോക്കാം. അങ്ങനെ പറയും മാത്രമല്ല, വേറൊരു കാര്യമുണ്ട്. നീ എന്തിനും ഇപ്പം ചിരിച്ചു? ഇപ്പോൾ പ്രിൻസിപ്പളിൻ്റെ റൂമിൽ പോയിട്ട് വരാവേ. ഗൗരി ഇല്ല, ഞാൻ പോവും. നീ അവിടെ ഇരുന്നേ. ശ്രീലക്ഷ്മി അമ്മ അവളെ പിടിച്ചേ. സർ മേക്കും സർ, ക്യാൻ ഐ ടെൽ യു സംതിങ്? യെസ് യു കെൻ. സർ എന്നോട് മറു കാര്യമൊന്നും പറയണ്ട. ഇപ്പം പോയാൽ ശ്രീകുട്ടി ചെയ്താണ് തെറ്റ് അതോ സാറിൻ്റെ മോൻ ചെയ്താണ് തെറ്റ്? സാറൊന്ന് നോക്കൂ. അപ്പം സാറിൻ്റെ മോള് ഒരു സ്കൂളിൽ അല്ല, ഒരു കോളേജിലോ ഒരു സ്കൂളിലോ പഠിക്കുക. അപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പാളിൻ്റെ മോൻ ഇതുപോലെ വന്ന് CCTV വല്ലതും വെച്ചാൽ സാറിൻ്റെ അവസ്ഥ എന്താ അറിയുക? അത് പറയും. സാർ പറയൂ. എന്ത് സാറിനൊന്ന് മിണ്ടണ്ടേ? സാർ ഇതുപോലെ സാറിൻ്റെ മക്കൾക്കും ഭാര്യയ്ക്കൊക്കെ വരുമെന്ന് സാറ് ആലോചിച്ചിട്ട് വേണം അവരോട് ഇതൊക്കെ പറയാൻ. അപ്പം ഞാൻ പറയുന്നത്, ഇത് സാറിൻ്റെ മോൾക്ക് വന്നാൽ ആ പ്രിൻസിപ്പാളിന് ആ ഒരു മോള് അല്ലെങ്കിൽ സാറ് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളാണ്. അല്ലാതെ സാർ ഇങ്ങനെ ചെയ്താൽ ഞങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കംപ്ലയിൻറ്റ് ചെയ്യേണ്ടി വരും. അല്ലാതെ ആ ക്വസ്റ്റ്യൻ TC എഴുതി കൊടുക്കുകയല്ല വേണ്ടത്. സർ ഞാൻ പറയുകയാണ്, അവളെൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പം എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് ഞാൻ പറയുകയാണ്, സാറിൻ്റെ മോൾക്ക് നാളെ ഈ ഒരു ഗതി വരണ്ട എന്നുണ്ടെങ്കിൽ സാറിപ്പം അവളുടെ TC ഒഴിവാക്കി തൻ്റെ മോനെ ഒന്ന് വഴക്ക് പറയണം. ശരി സാർ, ഐ ആം ഗോയിങ്. You can choose your choice. I am only telling you. ദേഷ്യം വരും.